ഹലോ! എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പം നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണേന്ന് വെച്ചാൽ കണ്ടപ്പോഴേ മനസ്സിലായി കാണും. ടൊമാറ്റോ റൈസാണ് കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചോറിൻ്റെ റെസിപ്പിയാണ്. ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനോ വലിയവർക്കും ചെറിയവർക്കും ആർക്ക് വേണമെങ്കിലും കൊടുത്തു വിടാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് കുറച്ച് കട്ടിയായിട്ടാണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ ഒഴിച്ചപ്പോഴത്തേക്ക് എല്ലായിടവും തെറിച്ച് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല കേട്ടോ. ഇനി അതൊന്ന് ഉരുകി വന്നതിന് ശേഷം അപ്പോൾ ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം. സവാള ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളമാണ് ചോറ് എടുക്കുന്നത് അതിനനുസരിച്ച് വേണം നമുക്ക് സവാളയുടെയും തക്കാളിയുടെയൊക്കെ ക്വാണ്ടിറ്റി കുറയ്ക്കാനും കൂട്ടാനും. ഞാനിവിടെ ഒരു 3 പേർക്ക് കഴിക്കാത്തക്കവണ്ണം ആണ് ചോറ് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി അതും കൂടി നന്നായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെയും നമ്മുടെ സവാള ഒന്ന് വഴന്ന് വരുന്നത് വരെയും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. സവാള വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വഴന്നും കൂടെ വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മളിതിൽ ചോറ് ചേർക്കുമ്പോൾ നമുക്ക് ഏത് ചോറാണോ ചേർക്കേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാ വീട്ടിൽ കഴിക്കുന്ന ചോറാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അല്ല നമുക്ക് ബിരിയാണി അരി ആണെങ്കിൽ അത് ആ രീതിയിൽ ചേർത്ത് കൊടുക്കാം. ഏതായാലും മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമണം എല്ലാം മാറി സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൽ വേറെ ഒന്നും ഇനി ചേർക്കുന്നില്ല. കാരണം നമ്മൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഇതിൽ നല്ല മണം ഉണ്ടാകും. അതുകൊണ്ട് വേറെ ഇനി ഗരം മസാലയൊന്നും ചേർക്കണ്ട കേട്ടോ. ഇനി ഈ പൊടിയുള്ള പച്ചമണം ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 2 തക്കാളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ തക്കാളിയും ഒരു ചെറിയ തക്കാളിയായിട്ടാണ് എടുത്തിട്ടുള്ളത്. വലിയ തക്കാളി ഞാൻ ഇതുപോലെ ഇതിൽ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു തക്കാളി അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്ത് ആ രീതിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തക്കാളിയുടെ ഫ്ലേവർ കുറച്ചുകൂടി ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. ഇങ്ങനെ അടിച്ചിട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ അരിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്താലും മതി. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു ഫ്ലേവറും കളറും ഒക്കെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് വരെയും വേണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് വരട്ടെ. ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നത് നമ്മളെ ചെറിയ ബിരിയാണി അരി ആട്ടോ ചേർക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചെറിയ ബിരിയാണി അരിയൊക്കെ കാണുമ്പോൾ ആ ഒരു രീതിയിൽ ഇഷ്ടം കൂടുതലുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ചേർക്കുന്നത് കേട്ടോ. നമുക്ക് ഏത് വേണമെങ്കിലും ചേർക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ അളവൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. കാരണം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം വെള്ളം ഒഴിക്കണമെന്നുള്ളത്. അല്ല, അളവൊന്നും പറഞ്ഞുതരാൻ എനിക്കറിയില്ല. അത് നമുക്ക് എന്നും കുക്ക് ചെയ്യുന്നവർക്ക് അത് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് വേണമെങ്കിൽ മാത്രം മല്ലിയില, പുതിന ഇലയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. ചിലർക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാവത്തില്ല, ചിലർക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്. ഞാൻ എന്തായാലും കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്, അധികം ചേർക്കുന്നില്ല. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ചോറിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ വേവിച്ച് ബിരിയാണി അരിയാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേവിച്ചപ്പോൾ ഉപ്പിട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് ആ ചോറിൽ ഉപ്പുണ്ടാവും. ഇല്ല നമ്മൾ സാധാ ചോറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മളതിൽ ഉപ്പിട്ടല്ല വേവിച്ചതെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഈ സമയത്ത് നമ്മൾ ചോറിലിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചോറും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. വേറെ ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. ഇതിപ്പോൾ നമുക്ക് കറികളൊന്നും ഇല്ലാതെ എന്തുണ്ടാക്കുമെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് വേണമെങ്കിലും ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കഴിക്കുകയും ചെയ്യും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ ഒരു സലാഡും അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. സൂപ്പർ ടേസ്റ്റി ആയിരിക്കും. നമുക്ക് ബിരിയാണിയൊക്കെ കഴിക്കുന്ന ആ ഒരു സംതൃപ്തി തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ ഓക്കേ.